സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയുടെ കാലത്തേക്കും. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2017 പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്തായിരുന്നു കൊടിമര പുനർനിർമ്മാണം. അതേസമയം സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുമതി നൽകി. ഇടക്കാല ഉത്തരവിലാണ് നിർദ്ദേശം. അതേസമയം കൊടിമര പുനർനിർമ്മാണത്തിൽ ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ. ആശങ്കപ്പെടാനില്ലെന്നും എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ടെന്നും അജയ് തറയിൽ പ്രതികരിച്ചു. ഫിനിക്സ് ഗ്രൂപ്പിൽ നിന്നും 3,20,00,000 രൂപ വാങ്ങിയത് ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷൻ നേരിട്ട് വാങ്ങി ഈ സ്വർണം ഉപയോഗിച്ചാണ് കൊടിമരം പണിതിട്ടുള്ളത്. കൊടിമരം പണിയാൻ ഒരാളുടെയും സ്വർണം 1/2 ഗ്രാം സ്വർണം പോലും വാങ്ങിയിട്ടില്ല, ആരും സംഭാവന ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.